ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അഭിമാനകരമാവുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊരു തുടക്കമാണ്. മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും LDFൻ്റെയും പിന്തുണയുണ്ട്. അതോടൊപ്പം ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ, തൊഴിലാളികളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെ ഗതാഗത വകുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഒന്നുമില്ല. ഗതാഗത വകുപ്പാണ്. നമുക്ക് ആൻ്റണി രാജു അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പാണ്. അന്നത്തെ അവസ്ഥയല്ല, വളരെ മോശം അവസ്ഥയാണ്. പക്ഷേ അത് നന്നാക്കിയെടുക്കാൻ ഒരു പരിധി വരെ നന്നാക്കാൻ പറ്റും. ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക, എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക, വരവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചെലവിൽ ഗംഭീരമായ നിയന്ത്രണം. ഒരു പൈസ KSRTCയുടെ ഒരു പൈസ ചോർന്നു പോകാതെ ഉള്ളൊരു നടപടിയായിരിക്കും. പിന്നെ നമുക്ക് ഈ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്ന മാർഗ്ഗങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമേ, ശരിക്കും പറഞ്ഞാൽ ബിവറേജ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ലോട്ടറി, ഇത് മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക്, നമ്മുടെ ധനകാര്യ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് പരിപൂർണമായും അവഗണിക്കുകയും നമ്മളെ കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവയ്ക്കുകയൊക്കെ ചെയ്യാൻ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം, ജനങ്ങളെ പിഴിയാതെ എന്നതിനെക്കുറിച്ച് ചില ആശയങ്ങളുണ്ട്. അതിന് ഖജനാവിൽ കുറച്ച് പൈസ വർദ്ധിക്കാനുള്ള ചില ആശയങ്ങൾ. നമ്മൾ KSRTC ഞാൻ മനസ്സിലാക്കിയിടത്തോളം KSRTCയുടെ വരുമാനത്തിൻ്റെ ചെലവിൻ്റെ നേരെ പകുതി ഡീസലിനാണ് പോകുന്നത്. അപ്പോൾ ഡീസൽ 3 കിലോമീറ്ററാണ് മൈലേജ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ 3 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടികളെക്കാൾ ചെറിയ ബസ്സുകൾ വാങ്ങും ഗ്രാമീണ മേഖലകളിലേക്ക്. പഴയ ചെറിയ ബസ്സെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ബസ്സിന് 7 കിലോമീറ്റർ 8 കിലോമീറ്റർ മൈലേജ്. ഇപ്പോൾ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത്തരം ചെറിയ ബസ്സുകൾ, നമ്മൾ സ്കൂൾ ബസ്സിനൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ചെറിയ ബസ്സുകൾ, ആ ബസ്സുകൾക്ക് 10 കിലോമീറ്റർ വരെ മൈലേജ്. അപ്പോൾ 3-ൽ നിന്ന് അത് 10-ലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് ഗുണം കിട്ടും. പിന്നെ മാത്രമല്ല, ഗ്രാമീണ മേഖലകളിൽ വണ്ടി, എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിൻ്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും KSRTC ബസ്സെന്നല്ല, സ്വകാര്യ ബസ്സായാലും ഓടിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൊണ്ടുവരും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കും. അദ്ദേഹം അംഗീകരിച്ചാൽ അത് ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമാക്കി നമ്മൾ മാറ്റും. ഈ KSRTC രക്ഷപ്പെടുത്താൻ ആശയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ തൊഴിലാളികളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ അല്ല, തൊഴിലാളികൾ പറയുന്നതിലും കാര്യമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ചോർച്ചയുണ്ട്. നമ്മളെ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കും, തീർച്ചയായിട്ടും അവർ നമ്മുടെ കൂടെ നിൽക്കും. തൊഴിലാളി ശമ്പളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ പ്രധാനമായും ഈ ചോർച്ച അടയ്ക്കുന്നതോടെ നമ്മുടെ നീക്കിയിരിപ്പിൻ്റെ അളവ് വർദ്ധിക്കും. കണക്കുകൂട്ടലിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടെന്നാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എനിക്കറിയില്ല, ഞാൻ ഉള്ളിലോട്ട് കടന്നാൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ കൃത്യമായി പറയാം. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായി കാണണം ഇതിനെ. കാരണം KSRTC ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമാണ്. കാരണം ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രധാന വകുപ്പുകൾ KSRTC, സിവിൽ സപ്ലൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇവയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളുടെ നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള എല്ലാ ക്രമക്കേടുകളെയും കണ്ടെത്തി റെക്ടിഫൈ ചെയ്യുക, കണക്ക് വളരെ കൃത്യമാക്കുക, അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക്, നിസ്സാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും. മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കാൻ അസാധ്യമാണ്. പക്ഷേ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാകും. കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.